ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. ഓസ്ലർ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്യുന്ന പുതിയ മമ്മൂട്ടി ചിത്രം ടർബോ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ട്രെയിലർ കണ്ടുനോക്കാം. ഭയങ്കര എക്സൈറ്റ്മെന്റോടു കൂടിയാണ് ഈ ട്രെയിലർ. കാരണം ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നത്, അതായത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ഫാൻസ് ആയാലും മറ്റു നടന്മാരുടെ ഫാൻസ് എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ടർബോ. കാരണം ജോസ് എന്ന കഥാപാത്രമായിട്ട് മമ്മൂട്ടി വരുന്നു, ആ ഒരു ലുക്ക്, ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഇൻട്രോ സീൻ പോലത്തെ ഒരു ഫസ്റ്റ് പോസ്റ്റർ, ഇതൊക്കെ ഭയങ്കരമായിട്ടൊരു വൈബ്, ഒരു ഓളം ആണ് സോഷ്യൽ മീഡിയയിലും യങ്സ്റ്റേഴ്സിനിടയിലൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ട്രെയിലർ അത്യാവശ്യം കാര്യങ്ങൾ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എക്സൈറ്റഡ് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. സ്വന്തമായി ഒരു കക്കൂസ് ആരാണ് ആഗ്രഹിക്കാത്തത്? ഏത് പണിയാണ്? സോറി ഗൈസ്, മൊത്തം പണിയായി പോയി. ഓക്കെ, again let's start our trailer. എന്റെ നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത്? ജോസേട്ടൻ എന്നാ ജോസാടാ? ടർബോ ജോസ്. നിനക്കറിയില്ല? ഇപ്പൊ കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ ഇനി. ബിന്ദു മണിക്കറുടെ ഒക്കെ ഒരു സൂപ്പർ ക്യാരക്ടറായി തോന്നുന്നുണ്ടോ? ഓ എന്റെ മോനെ, വില്ലൻ പൊളി. എനിക്കൊന്നും തലയോട്ട് കയറാത്തോണ്ട് ചോദിക്കുവാ, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. Get ready. We are ready. Oh. I just love this part. ഡിഒപി ഒരു രക്ഷയില്ലട്ടാ. പറമ്പടി ഞാനിവിടെ വീഴുവാണ്, എന്റെ മുകളിൽ 10-15 പേരെ കിട്ടാം. Coming soon. എന്റെ പോന്റെ എന്താ ഇപ്പൊ കണ്ടത്? എച്ചത് സാധന ട്രെയിലർ. എന്റെ 2 മിനിറ്റില് തീപാർന്ന ഐറ്റം. മമ്മൂട്ടി, രാജ്ബി ഷെട്ടിയുടെ ഫസ്റ്റ് പടം, രണ്ടാളും കൂടി തമ്മിലുള്ള പൊളി പെർഫോമൻസ് ആയിരിക്കും. രാജ്ബി ഷെട്ടി നമുക്കറിയാം, കുറച്ച് പടങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെയുടെ ആക്ടിങ് ലെവൽ കാണിച്ച സിനിമകളുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ പറയണ്ട, അങ്ങനെ തന്നെ ഡബിങ്ങുമാണ്. അപ്പൊ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ ആ തെലുങ്ക് ആക്ടർ, അവരുടെ പേരും ഓർമ്മ, നമ്മുടെ രജനീകാന്തിന്റെ സിനിമയിലേക്ക് ഉണ്ടായ എന്താ പറയാ, ബ്ലാസ്റ്റ് മോഹനൻ, മൂപ്പറൊക്കെ ഉണ്ട്. ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള കാസ്റ്റ് തന്നെയാണ് സിനിമയിലുള്ളത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് വൈശാഖിന്റെ ഒരു പടം വരുന്നത്, മമ്മൂട്ടി പടം വരുന്നത്. ട്രെയിലർ കണ്ടെടുത്തോളം ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കും. DOP, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം തീരുമാനം സാധനമായിരിക്കും. എഡിറ്റിംഗ് വേറെ ലെവലേക്ക്, ഒരു സംശയമില്ല. സോ വെൽ പാക്ഡ് ആയിട്ടായിരിക്കും മിക്കവാറും ഈ സിനിമ വരുന്നത്. അമിത പ്രതീക്ഷ വെക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയില്ല. അമിത പ്രതീക്ഷ വെക്കുന്നുണ്ട് ഇല്ല എന്നും പറയാനില്ല. ആ ഒരു അവസ്ഥയാണ്. കാരണം അമിത പ്രതീക്ഷകൾ വെക്കുന്ന പല സിനിമകളും പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോ കുറച്ചു നാളായിട്ട് മലയാള സിനിമ കടന്നു പോകുന്നത്. പക്ഷെ ഇതൊരു മാറ്റമാവട്ടെ അല്ലെ. ഈ എന്താ പറയാ, മെയ് മാസത്തിലെ
ഒരു സെക്കൻഡ് വീക്ക് ടർബോന്റെ ഒരു ഉത്സവം തന്നെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്നെ പോലെ പ്രതീക്ഷയിലായിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ, എന്റെ വിശ്വാസം. മമ്മൂട്ടി ഫാൻസ് ആയാലും മറ്റെല്ലാ സിനിമാ താരങ്ങളുടെ ഫാൻസ് ആയാലും എവരിബഡി എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരേക്കും ബൈ.